അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാർക്കാട്. യഥാർത്ഥത്തിൽ ദൈവം അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു ആരെയാണ് പ്രബോധകന്മാരായി അഥവാ ദൈവദാസന്മാരായി ദിവ്യ സന്ദേശം എത്തിക്കാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ കാലഘട്ടത്തിലും ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ കിട്ടാവുന്ന വിശ്വസ്തരും സത്യസന്ധരും കാര്യശേഷിയുള്ളവരും തന്ത്രശാലികളുമായ സത്യസന്ധരായ ആളുകളെയാണ് അള്ളാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ദൈവം ഇത്തരം പ്രബോധന രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ആ സമൂഹത്തെ നയിക്കാനുള്ള ശേഷി അവർക്കുണ്ടായിരിക്കും. മാത്രമല്ല 4 വർഷത്തെ മാനസിക, ശാരീരിക, സാമ്പത്തിക എല്ലാ പരീക്ഷണങ്ങളും നേരിട്ട് കൊണ്ട് 4 വർഷത്തെ അതികഠിനമായ ട്രെയിനിങ് നൽകിയാണ് ഈ സമൂഹത്തിലേക്ക് അവരെ അയക്കുന്നത്. അവർക്ക് സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനുള്ള എല്ലാവിധ ശേഷികളും ഉണ്ടാവും, യുക്തി ഉണ്ടാവും, അവർക്കതിനുള്ള ധൈര്യമുണ്ടാവും. എല്ലാം നൽകി എല്ലാ സമയങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നാം ഇന്ന് കാണുന്ന മതപണ്ഡിത നേതാക്കളോ അല്ലെങ്കിൽ പ്രബോധകരായ ആളുകളോ ഈ രീതിയിലുള്ള ആളുകളാണോ എന്ന് പരിശോധിക്കുക. അതേപോലെ തന്നെ ഇത്തരം പ്രബോധനത്തിന് വന്ന മുഹമ്മദ് നബിയോ യേശുവോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോ അതേപോലെ തന്നെ മോശയോ ആരെങ്കിലും മറ്റുള്ളവൻ്റെ സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊള്ളയടിച്ചുകൊണ്ട് സ്വന്തം ജീവിതമാർഗത്തിന് ഉപയോഗിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തമായി അധ്വാനിക്കുക, അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുക, അത്തരം രീതിയിൽ നിന്നാണ് സമ്പാദിക്കേണ്ടത്, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ അവരിൽ നിന്ന് ഏറ്റവും ഉത്തമരായി തിരഞ്ഞെടുക്കുന്നവർ അതിനേക്കാൾ നല്ല മാതൃകയിലായിരിക്കണം ജീവിക്കേണ്ടത്. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ നാം തള്ളിക്കളയുക. അതുപോലെ തന്നെ ഇവരെല്ലാം വന്നത് ഏകനായ ഒരേ ഒരു സൃഷ്ടാവിനെ ആരാധിക്കാനും അവനോട് പ്രാർത്ഥനകൾ ചെയ്യാൻ പറയേണ്ടത് വേണ്ടിയാണ്. പക്ഷെ പിന്നീട് വന്നവരൊക്കെ ഇതിലൊക്കെ കൈകടത്തൽ നടത്തി സ്വന്തമായ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി ഇത് പല രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണെല്ലാം മാറി മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വി ആർ വൺ ഫാമിലി ആൻഡ് വൺ ഗോഡ്. ഈ ഒരു രീതിയിലാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവ് ഭൂമിയിലേക്ക് എല്ലാവരെയും അയച്ചത്. അവർ കൊണ്ടുവന്നതെല്ലാം ഒരേ ഗ്രന്ഥമാണ്. പല ഭാഷയാവാം, പല സംസ്കാരമാവാം, പല പേരുകളാവാം, പല രാജ്യങ്ങളാവാം. ഈ മാറ്റമേ ഉള്ളൂ. ബേസിക്കലി ഇതെല്ലാം ഒരേ ഒരു ഇസ്ലാമിൻ്റെ തത്വത്തിൽ നിന്നാണ് വന്നത്. കാരണം പ്രപഞ്ചത്തിൽ ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ. ആ സൃഷ്ടാവിനെ അറിയിക്കുക, അവനെ ആരാധിക്കുക, അവനോട് സഹായം ചോദിക്കുക, അവനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുക. ഇതിന് വിപരീതമായി ആര് പ്രവർത്തിച്ചാലും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവർ യഥാർത്ഥ വിശ്വാസികളെയല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹമേ, നാം സുന്നി പണ്ഡിത നേതാക്കളെ തള്ളിക്കളയുക. അവർക്ക് വലിയ കുപ്പായങ്ങളുണ്ട്, വലിയ വേഷധാരണങ്ങളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു കാരണവശാലും പിൻപറ്റാതിരിക്കാൻ കഴിയില്ല. മാത്രം അറബിയിൽ വലിയ പണ്ഡിതന്മാരായ പ്രാമുഖ്യം അവർക്കുണ്ട്. പക്ഷേ യഥാർത്ഥ പാണ്ഡിത്യം എന്നുള്ളത് സത്യത്തിനും ശുദ്ധതയ്ക്കുമുള്ള സാധനമായിരിക്കണം. കടത്തിക്കൂട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം മലിനമാണ്. അതുകൊണ്ട് തന്നെ നാം
ഇത്തരം പണ്ഡിതന്മാരെ തള്ളുക, ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങുക. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന മസ്ജിദുകൾ, അതിൻ്റെ കമ്മിറ്റിക്കാർ, അതുപോലെ തന്നെ അതിൻ്റെ മതനേതാക്കൾക്ക് 10 പൈസ നാം കൊടുക്കരുത്. മാത്രമല്ല, നാം ഇവരെപ്പോലെ ഏകദൈവ വിശ്വാസത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ സഹായിച്ചാൽ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകും. അതിനു പകരം ഏകദൈവ വിശ്വാസികളായ മസ്ജിദുകളെയും അതുപോലെ മറ്റ് ആരാധനാലയങ്ങൾക്കും വേണ്ടി നാം സഹായിക്കുക, അവരോടൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ നിർബന്ധിത ബാധ്യതയാണ്. ഇത് നാം തിരിച്ചറിയുക. ഇനി ഈ പ്രബോധകന്മാരായ വന്ന ആളുകൾ അവർക്ക് കാര്യശേഷി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം വിവരിച്ചു തരാം. നോഹയുടെ പേടകം അഥവാ നൂഹ് നബിയുടെ കപ്പൽ, ആ കാലഘട്ടത്തിൽ കപ്പിത്താന്മാരുടെ, ആശാരിമാരുടെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആശാരി, കാർപ്പൻ്റർ ആയിട്ട്, കപ്പിത്താനായിട്ട് ആരെന്നെ നിയോഗിക്കുന്നു? അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടെ നോഹ അല്ലെങ്കിൽ നൂഹ് നബി കപ്പലുണ്ടാക്കുന്നു. ആ കപ്പലിൻ്റെ പ്രത്യേകത, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുവാനും അവർക്ക് ഭക്ഷണം, ഓരോ ജാലങ്ങൾ അല്ലെങ്കിൽ 1, 2 ഉൾക്കൊള്ളാനും അവർക്ക് കാലങ്ങളോളം ജീവിക്കാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിൽ വന്ന ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് കാലങ്ങളോളം പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശേഷിയോടുകൂടെ ഈ കാലഘട്ടത്തിലുള്ള കപ്പലിനോട് സമമായ അത്രയും വലിയ കപ്പലാണ് ആ കാലഘട്ടത്തിൽ നോഹ ഉണ്ടാക്കിയത് എന്നർത്ഥം. അതുപോലെ തന്നെ പിന്നീട് വന്ന യേശു അല്ലെങ്കിൽ ഈശ, ആ കാലഘട്ടത്തിൽ നാം അനുഭവിച്ച കൊറോണ പോലെ തന്നെ അകാരണമായി ആളുകൾ മരണപ്പെട്ടപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനും പുനർജീവിപ്പിക്കാനുമുള്ള ശേഷി ആർക്ക് കൊടുത്തു? ഈശനബിക്ക് കൊടുത്തു. അതും കൊടുത്തത് ആരെ ജീവിപ്പിക്കണം ജീവിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്, അല്ലെങ്കിൽ യഹോവയാണ്, അല്ലെങ്കിൽ അള്ളാഹുവാണ്. ഈ യേശു ക്രിസ്തു അവിടെ ചെല്ലും, ശുശ്രൂഷിക്കേണ്ടവരെ ശുശ്രൂഷിക്കും. ചിലവർ ഒരു കാരണവശാലും എന്താവില്ല, അവർക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടിയെന്ന് വരില്ല. അതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ ചെല്ലും. എല്ലാവരും യേശു പറയുന്ന ആളുകളല്ല ഒരിക്കലും എന്ത് ചെയ്യുക, തിരിച്ച് ജീവൻ കൊടുക്കുക. അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ അത് സംഭവിക്കൂ. അല്ലാതെ യേശുവിൻ്റെ കയ്യിൽ അവർ മരണപ്പെടുന്നത് വരെ ഒരു പ്രത്യേകമായ ഒരു സംവിധാനം ഇട്ടുകൊടുത്തല്ല ഇറക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവർ അത് മിസ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ അധികാരം അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാം. ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ആ സമയത്ത് ആരെയാണോ രക്ഷിക്കപ്പെടേണ്ടത് എന്ന് സർവശക്തനായ അള്ളാഹുവിന് പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ് മാത്രമാണ് അവിടെ സംഭവിക്കുക. അത് ഇവരുടെ മധ്യവർത്തിയായിട്ട് ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ വെക്കുന്നു. അതാണ് ദൈവിക സന്ദേശം എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് നബിയുടെ കാലഘട്ടം, സാഹിത്യകൃതിയുടെ ഏറ്റവും ഉന്നതമായ അറേബ്യൻ സാഹിത്യകാരന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തികച്ചും നിരക്ഷരനും യതീം നിരാലംബനകനും അതുപോലെ തന്നെ ദരിദ്രനുമായ മുഹമ്മദ് നബിയെ കൊണ്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നരും സാഹിത്യകൃതിയും അന്നത്തെ ഖുറൈശി വിഭാഗത്തിൻ്റെ തലവന്മാരുമായ ആളുകളെ വെല്ലുവിളിച്ച് ഖുർആൻ എന്ന സാഹിത്യകൃതി കൊണ്ടുവന്ന് ദൈവം അവരെ കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു വചനമെങ്കിലും കൊണ്ടുവരാൻ പറയൂ എന്ന്. അങ്ങനെ അവരെ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിജ്ഞാനമില്ല എന്നോ ബുദ്ധിയില്ലാത്ത ആളുകളായിരുന്നോ എന്നല്ല അർത്ഥം. ഏറ്റവും വലിയ വിജ്ഞാനികളായ സാഹിത്യകാരന്മാർ ഉള്ളവരെ കൊണ്ട് സത്യമതത്തെ, ശുദ്ധമായ മതത്തിൻ്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് സർവശക്തൻ ഏറ്റവും ചെറിയ ഉറുമ്പിനെ കൊണ്ട് ഏറ്റവും വലിയ ആനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ വെല്ലുവിളിപ്പിച്ചുകൊണ്ട് ആനയെ താഴ്ത്തുകയും ഉറുമ്പിനെ ഉയർത്തപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇതിലെല്ലാം സംഭവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യശേഷിയും ശരിയായ രീതിയിലും മതപ്രബോധനം നടത്തുന്ന ഏകദൈവ വിശ്വാസികൾ അംഗീകരിക്കുക. സർവശക്തൻ നമുക്കെല്ലാവർക്കും സ്വർഗം വാഗ്ദാനം ചെയ്യട്ടെ. ആമീൻ, 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 യാ റബ്ബൽ ആലമീൻ.